Hello guys, welcome to Danbro Reborn. So in this video we are going to give ICC chapter 3 genetics ചെറിയൊരു introduction. So without wasting any time, let's go straight into the topic and don't forget to subscribe the video also, okay? So class 10 students, genetics എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ഹെറിഡിറ്റി ആണ്. ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ ഓഫ് ജനറ്റിക്കലി ബേസ്ഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഫ്രം പേരൻസ് ടു ഓഫ്സ്പ്രിങ്. അച്ഛനും അമ്മയ്ക്കുള്ള 50-50% അല്ലെങ്കിൽ ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് പെർസെൻറ്റേജിൻ്റെ സ്കിൽസ് ഓഫ്സ്പ്രിങ്സിലേക്ക് പാസ് ചെയ്യുക, അതാണ് ഹെറിഡിറ്റി. അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് ജനറ്റിക്സ് സയൻസ്. ഈ ജനറ്റിക്സ് അതിനെക്കുറിച്ച് ആദ്യമായി റിസർച്ച് നടത്തതും അത് തെളിയിച്ചതും ഫാദർ ഓഫ് ജനറ്റിക്സ് എന്ന് വിളിക്കപ്പെടുന്ന ഗ്രിഗർ ജെ മെൻഡലാണ്. അദ്ദേഹം ഒരു സന്യാസിയായിരുന്നു. അദ്ദേഹം അത് ആദ്യമായി നടത്തിയത് പീ പ്ലാന്റിലാണ്. പൈറൽ PEA നിങ്ങൾക്കറിയാലോ, പീ പ്ലാന്റ്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് പിസം സറ്റൈവം എന്നാണ്. PISUM പിസം SATIVUM പിസം സറ്റൈവം അഥവാ പീ പ്ലാന്റ് നടത്തിയത് ഗ്രിഗർ ജെ മെൻഡൽ. അപ്പോൾ ഫാദർ ഓഫ് ജനറ്റിക്സ് ഗ്രിഗർ ജെ മെൻഡൽ, MENDEL. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, സ്പീഷീസ് എന്താ നിങ്ങൾക്കറിയാലോ? വാട്ട് ഈസ് സ്പീഷീസ്? നിങ്ങൾ 9th പഠിച്ചിട്ടുണ്ടാവും. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. അതിൽ സ്പീഷീസ്. ഇപ്പോൾ ക്യാറ്റ് ആൻഡ് ടൈഗർ ആർ വൺ സ്പീഷീസ്. പക്ഷെ പൂച്ചയെപ്പോലെയാണോ കടുവയിരിക്കണേ? അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഡിഫറൻസുകൾ ഉണ്ടാവും. ഞാൻ ഇപ്പോൾ വലിയ ഡിഫറൻസ് ഉണ്ട്, പക്ഷെ എന്നാൽ ഞാനിവിടെ പറയാം. ക്യാറ്റും ടൈഗറും പൂച്ചയും കടുവയും ഓക്കെ സെയിം സ്പീഷീസാണ്, പക്ഷേ കാണാൻ ഒരുപോലെയല്ല. ആണോ? അല്ലല്ലോ. സോ ദീസ് ഡിഫറൻസസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ഓഫ് സെയിം സ്പീഷീസ്, അതിന് നമ്മൾ വേരിയേഷൻ എന്ന് പറയും. കുറച്ച് വേരിയേഷൻ ഉണ്ട്. പൂച്ചയും കടുവയും ഒരുപോലെയല്ല. ബിക്കോസ് ഓഫ് വേരിയേഷൻസ്, ജനറ്റിക്കലി ബേസ്ഡ് ക്യാരക്ടറിസ്റ്റിക്, ഇറ്റ് ഓൾ ഡീൽസ് വിത്ത് ജനറ്റിക്സ്. അപ്പോൾ ഒരേ സ്പീഷീസിലിരിക്കുന്ന രണ്ട് ഇൻഡിവിജ്വൽ തമ്മിൽ ഡിഫറൻസുകൾ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന സയൻറ്റിഫിക് പേരാണ് വേരിയേഷൻ. എനി ഇൻഹെറിറ്റബിൾ ഫീച്ചർ ഓഫ് ആൻ ഓർഗാനിസം, പേരൻറ്റിൽ നിന്ന് കുട്ടികളിലേക്ക് എന്തെങ്കിലും ഒരു ഫീച്ചർ ഇൻഹെറിറ്റ് ആവും. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെയുള്ള ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറിനെ നമ്മൾ ക്യാരക്ടർ എന്ന് പറയും. ഈ ക്യാരക്ടറിന് ചില ഓൾട്ടർനേറ്റീവ് ഫോംസ് ഉണ്ടാവും, അതിനാണ് നമ്മൾ ട്രെയ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, കളർ ഓഫ് ദി ഐ. കളർ ഓഫ് ദി ഐ എന്ന് പറയുന്നത് ക്യാരക്ടറാണ്. അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു കളർ കണ്ണുകളിലേക്ക് ഓഫ്സ്പ്രിങ്ങിന് വേണമെങ്കിൽ കിട്ടും. അതിൻ്റെ ട്രെയ്റ്റാണ് എന്താണ്? കളർ ഓഫ് ദി ഐ. വേണമെങ്കിൽ ബ്ലാക്ക് ആവാം, വേണമെങ്കിൽ ഓക്കെ ബ്ലാക്ക് അല്ല, ബ്രൗൺ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഒന്നെങ്കിൽ ബ്രൗൺ കളറാവാം, ബ്ലൂയിഷ് കളറും ആവാം. ഇപ്പോൾ നിങ്ങൾ പീക്കി ബ്ലൈൻഡേഴ്സ് കണ്ടിട്ടുണ്ടോ? പീക്കി ബ്ലൈൻഡേഴ്സിനകത്ത് ഞാൻ അങ്ങനെ അതിലാണ് കണ്ടിട്ടുള്ളത്. അതിൽ ഉള്ള മെയിൻ ആക്ടറുണ്ട് സീലിയൻ മർഫി. ആളുടെ കണ്ണിൻ്റെ കളർ ബ്ലൂ ആണ്, എൻ്റെ കണ്ണിൻ്റെ കളറുണ്ട് അത് ബ്രൗൺ ആണ്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ചില ഫ്രണ്ട്സ് കളറ് ബ്ലൂ ആയിരിക്കും കണ്ണിൻ്റെ, പക്ഷെ നിങ്ങളുടെ കളറോ ചിലപ്പോൾ ബ്രൗൺ ആയിരിക്കും. വൈ? ബിക്കോസ് ദി ഇൻഹെറിറ്റബിൾ ഫീച്ചർ ഓഫ് ആൻ ഓർഗാനിസം ക്യാരക്ടറാണ്. ആ ക്യാരക്ടറാണ് ഒരു എക്സാമ്പിൾ കളർ ഓഫ് ദി ഐ. അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ഫോം ഒന്നെങ്കിൽ ബ്രൗൺ ആവാം അല്ലെങ്കിൽ ബ്ലൂ ആവാം. അതാണ് ട്രെയ്റ്റ്. ഹെയറിൻ്റെ ഷേപ്പ്, കേർലി ഹെയറും ആവാം, സ്ട്രെയിറ്റ് ആയിട്ടൊരു ഹെയറും ആവാം. സ്കിൻ കളർ അതും ഒരു ക്യാരക്ടറാണ്. ഇയർ ലോബ് അറ്റാച്ച്ഡോ ഫ്രീയോ അതും ആവാം. ആർച്ച് ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം. ഇനി ഹാൻഡഡ്നെസ്, ഏത് കൈയാണ് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്? ചിലർക്ക് റൈറ്റ് ഹാൻഡ് ആയിരിക്കാം, ചിലർക്ക് ലെഫ്റ്റ് ഹാൻഡ് ആയിരിക്കാം. ഇറ്റ്സ് പോസിബിൾ, പക്ഷെ അത് ട്രെയ്റ്റ് ആണ്. ഹാൻഡഡ്നെസ് ക്യാരക്ടറാണ്, ലെഫ്റ്റോ റൈറ്റോ അത് ട്രെയ്റ്റ് ആണ്. ഇനി വേറൊരു സംഭവമുണ്ട്, ദ ഫോട്ടോഗ്രാഫ് വിച്ച് ഇസ് യൂസ്ഡ് ഫോർ ആർട്ടിഫിഷ്യലി അറേഞ്ചിങ് ദ ക്രോമസോംസ് അക്കോർഡിംഗ് ടു ദർ ഷേപ്പ് ആൻഡ് സൈസ്. ക്രോമസോംസിന് അവരുടെ ഷേപ്പും സൈസുമായിട്ട് അസെൻഡിങ്ങിലോ ഡിസെൻഡിങ്ങിലോ അറേഞ്ച് ചെയ്യുന്ന ഫോട്ടോഗ്രാഫ്സിൻ്റെ പേരാണ് കാരിയോടൈപ്പ്. കാരിയോകൈനസിസും കാരിയോടൈപ്പും ഡിഫറെൻറ്റാണ്. കാരിയോകൈനസ് എന്ന് പറയുന്നത് മൈറ്റോസിസ് ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസ്. കാരിയോടൈപ്പ് എന്ന് പറയുന്നത് ക്രോമസോംസിനെ ഷേപ്പും സൈസുമായിട്ട് അറേഞ്ച് ചെയ്യുന്ന ഫോട്ടോഗ്രാഫ്സിൻ്റെ പേരാണ്. ഞാൻ നിങ്ങളോട് ഹോമലോഗസ് ക്രോമസോമിന് പറഞ്ഞിട്ടില്ലേ? എന്താണ് ഹോമലോഗസ്? എ പെയർ ഓഫ് ക്രോമസോംസ് ഓഫ് സെയിം ഷേപ്പ് ആൻഡ് സൈസ്. ഒരേപോലെ ഇരിക്കുന്ന ഷേപ്പും സൈസും ഒക്കെ സെയിം അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കുന്ന ക്രോമസോംസിനെ നമ്മൾ ഹോമലോഗസ് ക്രോമസോം എന്ന് വിളിക്കും. പിന്നെ അവസാനത്തിൽ ഈ നമ്മൾ ഈ വീഡിയോയിൽ കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നത് ഓട്ടോസോംസും അല്ലെങ്കിൽ ഓട്ടോസോംസും അല്ലോസോംസും തമ്മിലുള്ള ഡിഫറൻസാണ്. എന്താണ്
അല്ലോസോമിനെ സെക്സ് ക്രോമസോം എന്ന് വിളിക്കും. ALLO അതാണ് അല്ലോസോം. ഒരു മനുഷ്യന് 23 പെയർ ക്രോമസോംസ് ഉണ്ട്. അതിൽ 22 പെയർ, ആദ്യത്തെ 22 പെയറും ഓട്ടോസോമാണ്, സെക്സ് ക്രോമസോം അല്ല. പിന്നെ ഇരിക്കുന്ന ഒരു പെയറാണ് സെക്സ് ക്രോമസോം അല്ലെങ്കിൽ അല്ലോസോം. ഈ ഓട്ടോസോം എന്താ ചെയ്യുക? ഓട്ടോസോംസ് ആർ 22 പെയർ നമ്പർ, ഒരു പോയിൻ്റായി. രണ്ടാമത്തെ ദേ ഡിറ്റർമൈൻ സീഡ് കളർ, ഹൈറ്റ്, കോംപ്ലക്ഷൻ. നമ്മുടെ ഹൈറ്റും നമ്മുടെ കോംപ്ലക്ഷനും നമ്മുടെ സീഡ് കളറും അതെല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നത് ഓട്ടോസോംസ് ആണ്, ഈ 22 പെയർ ഓഫ് ക്രോമസോംസ്. അത് ആർക്കും പറയാൻ പറ്റില്ല, ദൈവത്തിന് മാത്രം അറിയാം. പിന്നെ അല്ലോസോം, സെക്സ് ക്രോമസോം ഡിറ്റർമൈൻ വെദർ എ പേഴ്സൺ ഈസ് എ ബേബി ബോയ് ഓർ എ ബേബി ഗേൾ. നമ്മളൊരു ബോയ് ആണോ അതോ ഗേൾ ആണോ, ഇത് ഡിറ്റർമൈനിങ് ബൈ എക്സ് ഓർ വൈ ക്രോമസോംസ്. ഞാൻ പറഞ്ഞു, ഫീമെയിലാണെങ്കിൽ എക്സ് ക്രോമസോം ആവും, അത് മെയിലാണെങ്കിൽ എക്സും ഉണ്ട് വൈയും ഉണ്ട്, ഫ്യൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. ഇഫ് ഇറ്റ് ഇസ് 22 പ്ലസ് XX ക്രോമസോം ഇറ്റ്സ് എ ഫീമെയിൽ. ഇറ്റ്സ് 22 പ്ലസ് XY ക്രോമസോം ആണെങ്കിൽ അതൊരു മെയിലായിരിക്കും. അതും നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് കാൺ ബി ഫോഴ്സ്ഡ്, ഇറ്റ് ഹാപ്പൻസ് ബൈ ലക്ക്, ഇറ്റ്സ് ഓൾ ഗോഡ്സ് പ്ലാൻ, യു നോ ദാറ്റ്. സോ നമ്മൾ ഈ വീഡിയോയിൽ എന്തൊക്കെ പഠിച്ചു? ജെനറ്റിക്സ് ഇസ് സ്റ്റഡി ഓഫ് ഹെറിഡിറ്റി. ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ ഓഫ് ജെനറ്റിക്കലി ബേസ്ഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഫ്രം പേരൻസ് ടു ഓഫ്സ്പ്രിംഗ്. ആദ്യമായി പി പ്ലാന്റിലാണ് അല്ലെങ്കിൽ പിസം സറ്റൈവം സയൻറ്റിഫിക് നെയിമിലാണ് ഇത് നടത്തിയത്. ആരാണ് നടത്തിയത്? ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് വിളിക്കപ്പെടുന്ന ഗ്രിഗർ ജെ മെൻഡലാണ്. വേരിയേഷൻ, ഒരേ സ്പീഷീസ് ഇരിക്കുന്നത്, ഇപ്പോൾ പൂച്ചയും കടുവയും ഡിഫറൻ്റ് ആണ്, പക്ഷേ ഒരേ സ്പീഷീസാണ്, പക്ഷേ ഡിഫറൻ്റ് ഉണ്ട്, അതിൻ്റെ പേരാണ് വേരിയേഷൻ. ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറിൻ്റെ പേരാണ് ക്യാരക്ടർ. ക്യാരക്ടറിൻ്റെ ഓൾട്ടർനേറ്റീവ് ഫോംസ് ആണ് ട്രേറ്റ്. ഫോട്ടോഗ്രാഫ്സ് യൂസ്ഡ് ഫോർ ആർട്ടിഫിഷ്യൽ അറേഞ്ചിങ് ക്രോമസോംസ് അക്കോർഡിംഗ് ടു ദ ഷേപ്പ് ആൻഡ് സൈസ് ആണ് കാരിയോടൈപ്പ്. ഹോമോലോഗസ് എന്ന് പറഞ്ഞാൽ ക്രോമസോംസ് ഓഫ് ഷേപ്പ് ആൻഡ് സൈസ്. ഒരു മനുഷ്യന് 23 പേർ ക്രോമസോം ഉണ്ട്, അതിൽ 22 പെയർ ഓട്ടോസോംസ് ആണ്, സീഡ് കളർ, ഹൈറ്റ്, കോംപ്ലക്ഷൻ ഡിറ്റർമൈൻ ചെയ്യും. അതിൽ ഒരു പെയർ എന്ന് പറയുന്നത് സെക്സ് ക്രോമസോം ആണ്, ഡിറ്റർമൈനിങ് ദ ജെൻഡർ ഓഫ് എ പേഴ്സൺ. സോ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേറൊരു ടോപ്പിക് ഈ ജെനറ്റിക്സിൽ തന്നെ നമ്മൾ കിടക്കുന്നതാണ് അല്ലീൽ. നമ്മൾ ക്യാരക്ടറിന് വേറെ ഓൾട്ടർനേറ്റീവ് ഫോംസ് ഉണ്ട് പറയുന്നതാണ് ട്രൈറ്റ്. ജീനിനുള്ള ഓൾട്ടർനേറ്റീവ് ഫോംസ് ആണ് അല്ലീൽ. സോ ഐ നോ ഇറ്റ്സ് എ സസ്പെൻസ് ത്രില്ലർ. സോ സ്റ്റിൽ ദെൻ think about it, work on it, memorize it. Goodbye.